കോൺഗ്രസിന്റെ ഈ ഷോൾ അണിഞ്ഞ ഇവിടെ ഇരിക്കാനുള്ള ഒരേ ഒരു കാരണം കെ സുരേന്ദ്രനാണ് എന്നുള്ളതല്ലേ പറഞ്ഞത്? അതിനപ്പുറം ആ ഘട്ടത്തിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിരുന്നോ? പിന്നീടാണല്ലോ ഈ വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നത്. അപ്പോൾ ഒരുപക്ഷെ സന്ദീപ് വാര്യർ അത് പറയാൻ നിർബന്ധിതനാകേണ്ടി വന്നതാണ്. പക്ഷെ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ബാക്കിയൊക്കെയും വിട്ടുകളയാം. അദ്ദേഹം ഒരുപക്ഷെ BJP-യിൽ നിന്നപ്പോൾ പറഞ്ഞതാകാമെന്ന് പറയാം. ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട എന്താണ് സന്ദീപ് വാര്യരുടെ നിലപാട് എന്നുള്ളത് ഒരിക്കലെങ്കിലും ചോദിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടുണ്ടോ? ആ വിഷയമല്ലേ പൊതുസമൂഹത്തിന് അറിയേണ്ടത്? ശരിയല്ലാത്ത ഏർപ്പാടാണ്. താങ്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, താങ്കൾ 100 ചോദ്യങ്ങൾ ചോദിച്ചു, എന്നോട് മറുപടി പറയാൻ നോക്കുമ്പോൾ താങ്കൾ പറയാതെ വെറുതെയാണ് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു മാന്യത പുലർത്തണം. താങ്കളുടെ മറ്റാ രണ്ടുപേരോട് കാണിക്കാത്ത രീതിയിൽ എന്നോട് ഇടപെടുന്നത് ശരിയല്ല. ദയവായി അങ്ങ് ഇടപെടാതിരിക്കണം. ഞാൻ ചോദിക്കാനുള്ള കാര്യം ചർച്ചയ്ക്ക് ഇരിക്കുന്നില്ല. BJP അല്ലല്ലോ, CJP ആണല്ലോ. ഒറ്റ മുന്നണിയല്ലേ, ഞങ്ങൾ ഒറ്റ മുന്നണിയല്ലേ ഉള്ളൂ. CJP ആണല്ലോ ഇപ്പൊ. സന്ദീപ് വാര്യർ എല്ലാത്തിനെയും തള്ളിക്കളഞ്ഞാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ആ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിലേക്ക് വരാൻ കാരണം കെ സുരേന്ദ്രനാണ് എന്ന് മാത്രമേ സന്ദീപ് വാര്യർ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി അതിനപ്പുറം ഗാന്ധിവധമാണ് സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം. ആ വിഷയത്തിൽ എന്തെങ്കിലും നിലപാട് പറയാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ടുണ്ടോ ഇതുവരെ? അപ്പോൾ അത്തരം കാര്യങ്ങൾ പൊതുസമൂഹമായി സമ്മതിക്കണ്ടേ? ഒരു കാര്യം അങ്ങനെ മറുപടി പറഞ്ഞോ, അങ്ങനെ മറുപടി പറഞ്ഞോ, അല്ല അങ്ങനെ മറുപടി പറഞ്ഞോ, ആവശ്യം പറഞ്ഞോ. ഇത് ശരിയല്ല. ഇങ്ങനെ പുലമ്പുന്ന സ്വഭാവം അത് കൈരളിയിൽ ഇല്ലാത്തതാണ്. അങ്ങ് വനിതയായതുകൊണ്ട് എനിക്ക് പരിമിതിയുണ്ട് എന്ന് വെച്ച് അത് ഞങ്ങൾ മുതലെടുക്കുന്നത് ഒരു മാധ്യമ പ്രവർത്തകയും അങ്ങ് ചെയ്യുന്നത് പോലെ തരംതാണ് മാധ്യമ പ്രവർത്തനം. ഇതുവരെ വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കണം. ഞാനൊരു അതിഥിയായി താങ്കളെ വിളിക്കുന്നു, എല്ലാ തരത്തിലുള്ള ബഹുമാനവും മാന്യതയും ഞാൻ അങ്ങേക്ക് തരുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ കാര്യത്തിൽ വിയോജിപ്പുള്ളപ്പോൾ അത് ചോദ്യമായി ചോദിക്കും. അതിലിപ്പോൾ അസ്വസ്ഥത ആകുന്നത് എന്തിനാണ്?